എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ഡബിൾ സ്റ്റോറി ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായൊരു വീടാണ് എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവിലാണ് നമുക്ക് വീട് വരുന്നത്. തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്നും 300 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 100 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ വേണ്ടി 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 4 മീറ്ററാണ് നമ്മളെ റോഡിൻ്റെ വീതി വന്നിട്ട്. ലോറി സൈറ്റാണ്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 2 വീട് മാത്രമേ നമുക്കിനി കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ കാണുന്ന വീട് നമുക്ക് ലാൻഡ് ചെയ്യുന്ന സെൻറ്റർ എന്ന് പറഞ്ഞാൽ 3.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചുറ്റുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ്. ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന വീട് 70 ലക്ഷം രൂപയുടെ വീടാണ്. അത് നമുക്ക് 4 സെൻറ്റിൽ 1670 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. അത് നമുക്ക് 4 ബെഡ്റൂമാണ്. അതിന് 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ആ ഒരു വീടിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു വീടിൻ്റെ വീഡിയോ ആണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ്, കരഭൂമിയിലാണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്ന 65 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഫ്രണ്ടിൽ വുഡെല്ലാം വന്നിട്ട് നമുക്ക് തേക്കും പ്ലാവുമാണ് വരുന്നത്. വീടിൻ്റെ മിക്ക വുഡും വന്നിട്ട് പ്ലാവാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് തേക്കാണ് വരുന്നത്. ഹൗസ് ലോണിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഏത് ബാങ്കാണെന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ നമ്മൾ ഹൗസ് ലോണിങ് ചെയ്ത് കൊടുക്കുന്നത്. വീടിന് നമുക്ക് എത്ര രൂപ ബഡ്ജറ്റ് കിട്ടുമോ അത്രയും നമ്മൾ മാക്സിമം ഉള്ള ബഡ്ജറ്റ് നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. ഹൗസ് ലോണിങ്ങിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മൾ തന്നെ ഏത് ബാങ്കിലാണോ ഹൗസ് ലോണിങ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. 2 കളർ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് വർക്ക് വരുന്നത്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ബാക്കിലാണ് കിണർ വരുന്നത്. ബാക്കിൽ അത്യാവശ്യം ചെറിയൊരു വർക്ക് ചെയ്തെടുക്കാനുള്ള സ്ഥലവും വരുന്നുണ്ട്. ഫ്രണ്ടിലൊരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് വരുന്നത്. വീട് ഡിസൈൻ ചെയ്യുന്ന നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിങ് വർക്ക് വരുന്നത് നമ്മുടെ കരിങ്കല്ല് ഒത്താണ് നമ്മുടെ ഗ്ലാഡിങ് വർക്കിന് വരുന്നത്. 2 കളർ കോമ്പിനേഷനിലാണ് നമുക്ക് പെയിൻറ്റിങ് വരുന്നത്. വൈറ്റും ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിലെ ഗ്ലാഡിങ് വർക്കിന് ഉപയോഗിക്കുന്ന ടെയിലാണ്, വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസി വർക്ക് വരുന്നുണ്ട്. തൂണിലെല്ലാം തന്നെ കരിങ്കല്ല് ഒത്താണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കരിങ്കല്ല് ഒത്താണ് ചെയ്യുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡോറ് ചെയ്യുന്നത് നമുക്ക് തേക്കാണ്, ക്ലിയർ പോളിഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. വിശാലമായിട്ടുള്ള ഹാളാണ്. ഹാളിൽ നമുക്ക് സീലിംഗ് ഫാൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്ക് സെപ്പറേറ്റഡ് ആണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിൽ നമ്മൾ വുഡിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. 2 ഫാനും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ലൈറ്റ് കളറാണ്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് LICൻ്റെയും സ്വിച്ചെല്ലാം വന്നിട്ട് GMൻ്റെ സ്വിച്ചുമാണ് വരുന്നത്. TV യൂണിറ്റിൻ്റെ കബോർഡിൽ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും, മൊത്തം നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ടെറസിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 2 ബെഡ്റൂം കൂടെ ഇറക്കാൻ പറ്റും. നമുക്ക് അത്രയ്ക്കുള്ള വലിയ രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മേഖലയിൽ വേണമെങ്കിൽ ഇനി നമുക്ക് 2 ബെഡ്റൂം കൂടെ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ്ങിൻ്റെ ഏരിയയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. അവിടെ നമുക്ക് ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെയിൽ വന്നിട്ട് 2.5 6 ടെയിൽ വന്നിട്ട് പെട്രിഫൈഡ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ് ബേസിൻ. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ കിച്ചണായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു ഓപ്പൺ കിച്ചണായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഡോറ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചണായിട്ട് തോന്നില്ല, ഡോറ് വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം തന്നെ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ്. ഈ കാണുന്നത് നമ്മുടെ കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്കിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെയിൽ വന്നിട്ട് 4 2ൻ്റെ മാറ്റ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്.
ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫിറ്റിങ്സിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് ഹോബ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. നനകല്ല് വരുന്നുണ്ട്. ബാക്കിൽ കിണർ, വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫൈനൽ കോട്ട് പെയിൻറ്റിംഗ് എല്ലാം ചെയ്യാനുണ്ട്. പെയിൻറ്റിംഗ് വർക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടിയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ബാക്കിലോട്ടുള്ള വീടുകളിലെല്ലാം തന്നെ ആൾതാമസമുണ്ട്. ഈ കാണുന്ന വില്ല കമ്മ്യൂണിറ്റിയിലുള്ള 90% വീടുകളിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാന് വരുന്നുണ്ട്. സെൻറ്റർ ചുവരിൽ നമുക്കൊരു റോയൽ പ്ലേ വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷെയ്ഡിൻ്റെ മേളിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിലും AC പോയിന്റും 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. കബോർഡിലൊക്കെ നല്ല വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. റൂമുകളുടെ കളർ എന്നത് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂം, വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ എന്നത് നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും അടുത്ത് പോകുന്ന നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് വെച്ചിരിക്കുന്ന സ്റ്റീലിലാണ്. സെൻട്രൽ ചുവരിൽ നമുക്ക് വലിയൊരു റോയൽ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ നമുക്ക് പർഹോളയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് അതിവിശാലമായിട്ടുള്ള ഹാളാണ്. ഇവിടെ നമുക്ക് TV യൂണിറ്റിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റാൻഡോ എന്തുവേണോ ചെയ്യാൻ പറ്റിയ വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഹാളിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫാം ലൈറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2-3 ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ചെറിയൊരു വർക്കിൽ നമുക്ക് ഫോട്ടോസോ ഫ്ലവറോ എന്തെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്പോൾ ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഒരു ഫാന് വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 4 പാളിയുടെ വലിയൊരു കബോർഡും വരുന്നുണ്ട്. കബോർഡിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മിററും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെൻറ്റർ ചെവിലും നമുക്ക് ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിന് വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഈ വീട്ടിലെ ബെഡ്റൂമുകളിലെ വാഷ്റൂം എല്ലാം വലിയ വാഷ്റൂമാണ്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാന് വരുന്നുണ്ട്. ഇവിടെ ഷെയ്ഡിൻ്റെ മേളിൽ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ AC പോയിന്റും 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഈ ഒരു സെൻറ്റർ ചുവരിൽ നമുക്ക് ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തെ ജനലുള്ള എല്ലാ കട്ടളപ്പടിയും നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കട്ടളപ്പടിയും ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജനൽ പാളിയും നമുക്ക് പോളിഷ് ചെയ്തിട്ടുണ്ട്. അകത്തെ ഡോറുകളും എല്ലാം തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇതും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ഇവിടുത്തെ ഡോറ് നമുക്ക് തേക്കാണ്. ഇതും ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ബാൽക്കണി. ഇവിടെ താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ബാൽക്കണി ആയിട്ടുള്ളത്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഗ്ലാഡിംഗ് വർക്കിന് വുഡിൻ്റെ ഡിസൈൻ വന്ന ടെയിലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ജനൽ പാളികളെല്ലാം തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിന് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് സ്റ്റീലാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഏരിയയാണ്. ഈ കാണുന്ന വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ വീട്ടിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന വസ്തു നമുക്ക് കൊടുക്കാനുള്ള വസ്തുവാണ്. അത് നമുക്ക് 3.5 സെൻറ്റ് വസ്തു വരും. ഈ വീട് വാങ്ങുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ഒരു വസ്തു കൂടെ വാങ്ങിച്ചിടാൻ പറ്റും. ആ ഒരു വസ്തുവിന് 1 സെൻറ്റിന് ചോദിക്കുന്നതെന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ കോട്ട്, ഒരു കോട്ടും കൂടെ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. ഒരു ടാങ്ക് കൂടെ അഡീഷണൽ വയ്ക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ടെറസിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട്. ടെറസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും. ഈ കാണുന്ന വില്ല കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വീടും നമുക്ക് സോൾഡായാണ്. എല്ലാ വീട്ടിലും ആൾ താമസവും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവിലാണ് നമുക്ക് വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്ററും തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. 80% നമുക്ക് ഹോം ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഏത് ബാങ്കിലാണ് നമുക്ക് ഹോം ലോൺ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ്. നമുക്ക് 3 നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം, വലിയ വാഷ്റൂമാണ് വരുന്നത്. 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ള പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് എടുക്കാനും ആൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കടയിലോട്ടൊക്കെ പോകാം. നമുക്ക് മാർക്കറ്റിലായിരുന്നാലും മാജം ഫ്രീ ആയിരുന്നാലും ഹോസ്പിറ്റലായിരുന്നാലും എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് 200 മീറ്റർ മാത്രം മാറി നമുക്ക് എല്ലാം വരുന്നുണ്ട്. ഹോസ്പിറ്റൽ വരുന്നുണ്ട്, മാജം ഫ്രീ വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 200 മീറ്റർ മാത്രം മാറി നമുക്ക് കിട്ടുന്നതാണ്. മെയിൻ ബസ് റൂട്ടിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ നമുക്കൊരു 100 മീറ്റർ പോയാൽ മതി. ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ ബസ് റൂട്ട്. അപ്പോൾ ഈ വീട് വാങ്ങാനോ ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റോട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.